Hello friends, welcome to my show Akiya Komachi photographic journey. സോ നമുക്കറിയില്ലേ പണ്ടൊക്കെ ഈ നെറ്റ്വർക്ക് പിന്നെ മൊബൈലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിലോ എപ്പോഴും നെറ്റ്വർക്കിൽ മൊബൈലിലൊക്കെ തന്നെയാണ് അല്ലേ നമ്മളുള്ളത്. നമുക്കറിയാം ഇപ്പം ഇങ്ങനെ ലോക്ക്ഡൗണൊക്കെ ആയി നമ്മൾ വീട്ടിലിരുന്ന് മടുത്തുപോയി ആക്ച്വലി പറയുകയാണെങ്കിൽ. അപ്പം ഞാനിപ്പോൾ അതാ ഇനി എൻ്റെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള അഴിഞ്ഞിലം പാടത്തേക്ക് പോവാണ്. ഞാൻ കുറേ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അവിടേക്ക് നമ്മളിനി പോവാണ്. ഇപ്പം എന്താ പറയുക, അങ്ങനെ അവിടെ പണിയൊന്നും നടക്കാത്തതുകൊണ്ട് കുറേ കിളികൾ വന്നിട്ടുണ്ടാവും, കുറേ ദേശാടന പക്ഷികളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് പോയി നോക്കാം. സോ നമുക്ക് പാടത്തേക്ക് പോവല്ലേ, വരെ. സോ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, ഈ 200-600 ലെൻസ് വാങ്ങിച്ച ഉടനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കാട്ടിക്കൊക്കെ പോയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് തന്നെ അടിപൊളിയായിരുന്നു. കുറേ പുലിനെ കിട്ടി, കടുവനെ കിട്ടി, ആനനെ കിട്ടി, കാട്ടുപോത്തിനെ കിട്ടി, കുരങ്ങനെ കിട്ടി, പല ടൈപ്പ് ഓഫ് ബേർഡ്സിനെ കിട്ടി. അങ്ങനെ കുറേ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ കുറേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഇത് വാങ്ങിച്ചപ്പം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിപ്പം കോവിഡൊക്കെ അങ്ങനെ സെക്കൻഡ് വേവ് ഒക്കെ വന്ന് അങ്ങനെ ആ ട്രിപ്പൊക്കെ ക്യാൻസലായി. അപ്പം സാധാരണ എന്താ പറയുക, നമ്മൾ വീട്ടിൽ വരുന്ന കിളികളൊക്കെ ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇതാ അഴിഞ്ഞിലം പാടത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ പാടം ആദ്യം ഫുൾ വറ്റിയിട്ടായിരുന്നു. ഇപ്പം നല്ല കടുത്ത മഴയൊക്കെ പെയ്തപ്പം നല്ലൊരു ഭംഗിയുള്ള പാടായിട്ടുണ്ട്. അപ്പം നമുക്കിനി കിളികളൊക്കെ നോക്കാം അല്ലേ. സാധാരണ ബേർഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ടെൻ്റൊക്കെ അടിച്ച് അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഒക്കെ വെച്ച് ഇങ്ങനെ എടുക്കുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ടെൻ്റൊന്നും വാങ്ങിച്ചിട്ടില്ല. അത് അങ്ങനെ ടെൻറ്റിൽ ഇരിക്കണം എന്നുള്ളതിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബേർഡ്സിന് ഒരു ചെറിയ എന്തെങ്കിലും സൗണ്ട് ആണെങ്കിലും നമ്മുടെ ചെറിയ എന്തെങ്കിലും ആക്ഷൻ ആണെങ്കിൽ പോലും അതവർ പെട്ടെന്ന് നോട്ട് ചെയ്യും. അതിനാണ് ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് ബേർഡ്സിൻ്റെ, ഈ ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പാരഡൈസൊക്കെ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഒരു ദിവസം എന്തായാലും പോകണം. പിന്നെ നമ്മളിപ്പോൾ അടുത്ത് തന്നെ പാലക്കാട് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ ഇത് കോവിഡൊക്കെ പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ നിർത്തി വച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു ദിവസം പോകണം അല്ലേ. സോ നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല, ഞാനൊരു ട്രൈപോഡിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ ബിഗിനേഴ്സിന് പറഞ്ഞു തരികയാണ്, ഇത് ടെലി ലെൻസ് എന്ന് പറയും. കുറേ ദൂരമുള്ളതൊക്കെ നമുക്ക് സൂം ചെയ്തിട്ട് നല്ല ഫോട്ടോ കിട്ടാൻ നല്ലതാണ് ഈ ടെലി ലെൻസ്. ഒരു സൂം ലെൻസാണ്. പിന്നെ ആണെങ്കിൽ ഈ ട്രൈപോഡ് യൂസ് ചെയ്യുന്നതോട് കുറേ ഗുണങ്ങളുണ്ട്. നമ്മൾ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് നല്ലൊരു ടിപ്പാണ് ട്രൈപോഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. ട്രൈപോഡ് യൂസ് ചെയ്യുമ്പം നമുക്കറിയാം ബേർഡ് ഫോട്ടോഗ്രാഫി ഒരു കുറേ പേഷ്യൻസ്, കുറേ നമ്മൾ കാത്തിരുന്ന് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
അപ്പം നല്ലൊരു കിളിൻ്റെ ഒരു നല്ലൊരു ആക്ഷൻ കിട്ടണ്ടേ. അപ്പോൾ അതിന് കുറേ നേരം നമ്മൾ കാത്തിരിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ നമ്മൾ കയ്യിൽ ഫുൾ വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ കൈയും കാലൊക്കെ വേദനെടുക്കും. അപ്പോൾ ഒരു ട്രൈപ്പോഡ് വെക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഒരു ട്രൈപ്പോഡും കൂടി കയ്യിൽ വെക്കുക. പിന്നാണെങ്കിൽ നമുക്കറിയാം ഈ ട്രൈപ്പോഡ് വെക്കുന്നതിലൂടെ ഫോട്ടോൻ്റെ ഷെയ്ക്കൊക്കെ കുറയും. പിന്നെ ഇപ്പോൾ ലോ ലൈറ്റിലും നമുക്ക് ട്രൈപ്പോഡ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. സോ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു വിജേഷ് വള്ളിക്കുന്ന് അങ്കിളിനെ കുറിച്ച്. അങ്കിള് ബേർഡ് ഫോട്ടോഗ്രാഫറാണ്, കടലുണ്ടിയിലുള്ള. അപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ള ബേർഡ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ കടലുണ്ടിയാണ്. അവിടെ കുറേ ദേശാടന കിളികളൊക്കെ വരാറുണ്ട്. അപ്പം ഈ വിജേഷ് അങ്കിളാണെങ്കിൽ കുറേ കാലം അവിടെ ഇരുന്ന് പഠിച്ച് ആ ബേർഡിൻ്റെ ലൈഫൊക്കെ പഠിച്ച് ഫോട്ടോ എടുക്കുന്ന ഒരു അങ്കിളായിരുന്നു. അങ്ങനെ അങ്കിളൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണണേ. സോ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു കോഴിക്കോടിലുള്ള സരോവരം ബയോ പാർക്കിനെ കുറിച്ചിട്ട്. അപ്പം ആ ബയോ പാർക്കിലാണെങ്കിൽ 100 കണക്കിന് ബേർഡ്സ് വരുന്നുണ്ട്. ഈ ബേർഡ്സിൻ്റെ ഫോട്ടോ മാത്രം എടുത്തിട്ട് ഒരു എക്സിബിഷൻ നടത്തിയ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, സന്ദീപ് കൊല്ലർക്കണ്ടി അങ്കിളിനെ കുറിച്ചൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ഇല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോ ഒരിക്കലും കിട്ടൂല. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് മുൻകൂട്ടി കാണണം. ആ കിളി പറക്കാൻ പോകുന്നതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. പിന്നെ കിളി ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, കിളി എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ആപ്പിൽ നമുക്ക് കുറേ ബേർഡ്സിനെയൊക്കെ കുറിച്ച് പഠിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഏത് ഫാമിലിയിലാണ്, കിളികളെ സ്വഭാവങ്ങൾ എന്താണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പേ ക്ലിക്ക് ചെയ്താൽ കിളി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിളി പോവും. സോ ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ ഞാൻ പലരെയും പഠിച്ച കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിൽ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഒന്നെങ്കിൽ അപ്പറേച്ചർ പ്രയോറിറ്റി അല്ലെങ്കിൽ മാനുവലിൽ മോഡാക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ കുറച്ചുകൂടി സുഖമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഷട്ടർ സ്പീഡ്
കണ്ടിന്യൂസ് ആക്കി വെക്കുക. അങ്ങനെ ആകുമ്പം കിളി പറക്കുന്നതിൻ്റെ മുമ്പ് മുതൽ കിളി പറന്ന് പോയ വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷോട്ട് കിട്ടും. പിന്നാണെങ്കിൽ സ്പീഡ് ഒരു മിനിമം 500 വെക്കുക. ബിക്കോസ് അത്രയ്ക്ക് ഫാസ്റ്റിലായിരിക്കും കിളി പറക്കുന്നത്. അപ്പം ജസ്റ്റ് ഒരു 500 സ്പീഡ് വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ട്രൈപോഡ് വെക്കുക. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മുടെ കോഴി, താറാവ്, കാക്കനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ജസ്റ്റ് നിങ്ങളെ വീട്ടിലുള്ള കിളികളൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി അടിക്കുക. അപ്പം ബൈ.